ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇമ്മാക്കുലിയുടെ സഗദേഷ്യയെക്കുറിച്ചുള്ള കിബ്ഹോയിലെ സഗദേഷ്യ ഈശോയെ കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായ ദർശനങ്ങൾ, പ്രവചനങ്ങൾ, അത്ഭുതങ്ങൾ ഒക്കെയാണ് നമ്മൾ കാണുന്നത്. 5 ഭാഗം കഴിഞ്ഞു. ഇത് 6-ാം ഭാഗമാണ്. 93-ാമത്തെ പേജ് മുതലാണ് ഇന്ന് വായിക്കുന്നത്. ഇമ്മാക്കുലി പറയുകയാണ്, അവളുടെ ഈ ഗ്രന്ഥമായിട്ടുള്ള ലെഫ്റ്റ് ടു ടെൽ, ഇമ്മാക്കുലിയുടെ ഒരു പുസ്തകം ഞാൻ കാണിച്ചു തന്നിരുന്നല്ലോ, ലെഫ്റ്റ് ടു ടെൽ. അതായത് അവൾ ആ ടോയ്ലറ്റിലിരുന്ന് അനുഭവിച്ച അനുഭവങ്ങളും 91 ദിവസത്തെ അനുഭവങ്ങളും പിന്നെ റുവാണ്ടയിലെ നരഹത്യ, അതിനെക്കുറിച്ചുള്ള ആ ഒരു പുസ്തകമാണ് ലെഫ്റ്റ് ടു ടെൽ. അത് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ലോകം എമ്പാടുമുള്ള നാനാവിധ കൂട്ടായ്മകൾ ഇവളുടെ കഥ നേരിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പ്രസംഗം ചെയ്യാനായിട്ട് ഇവളെ വിളിക്കുകയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? ഈ നരഹത്യക്കിടയിൽ ഇമ്മാക്കുലി പറയാണ്, എൻ്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്തവരോട് ക്ഷമിക്കാനുള്ള അനുഗ്രഹം അവിടുന്ന് നൽകിയത് ഏറെ ഹൃദയങ്ങളെ സ്പർശിച്ചു. ഇതാണ് ഇമ്മാക്കുലിയുടെ ആ പുസ്തകത്തിനുള്ള പ്രത്യേകത. അത് വെറുമൊരു കഥയല്ല, സ്വന്തം കുടുംബത്തിലെ എല്ലാവരെയും കൊന്നൊടുക്കിയ ഘാതകരോട് ക്ഷമിക്കാൻ കഴിഞ്ഞ് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ കഥ. അത് ലോകം ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം അതാണ് ഈശോ ആഗ്രഹിച്ചിട്ടുള്ളത്. ഈശോ ആഗ്രഹിച്ചത് നടപ്പിലാക്കാൻ പറ്റിയ ഒരു പെൺകുട്ടി, തൻ്റെ ജീവിതത്തിനെ, തൻ്റെ കുടുംബത്തെ മൊത്തം ഇല്ലാതാക്കിയവരോട് ക്ഷമിച്ചവൾ. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് ഇത്രയധികം പ്രസക്തി വരുന്നത്. അതിൽ മുഴുവൻ പ്രപഞ്ചം നിറയുന്ന സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും സൗഖ്യദായകമായ സന്ദേശം സ്വീകരിക്കാനായി ഹൃദയങ്ങൾ വിശാലമായി തുറന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകത. ഈ ഇമ്മാക്കുലി പറയാണ്, പരിശുദ്ധ കന്യകയും ഈശോയും കിബ്ഹോയിൽ നൽകിയ സന്ദേശങ്ങളെക്കാൾ മികച്ച സന്ദേശങ്ങൾ എവിടെ കിട്ടും? എവിടെയും കിട്ടില്ല ഇതുപോലെയൊരു സന്ദേശം. അതുപോലെ ആ വിജാതീയ ബാലൻ്റെ സന്ദേശം, സഗദാഷ്യ, ഇന്നവനില്ല. അവൻ്റെ സന്ദേശങ്ങൾ സഭ പൂർണ്ണമായി അംഗീകരിച്ചിട്ടുമില്ല. പക്ഷെ ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. കാരണം അതിൽ പറയുന്നതെല്ലാം ദൈവവചനങ്ങളാണ്, ദൈവിക സത്യങ്ങളാണ്. ഈ സഗദാഷ്യയുടെ സന്ദേശങ്ങൾ സത്യമാണെന്ന് തന്നെയാണ് സഭ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്. എങ്കിലും ഔദ്യോഗികമായിട്ട് ഒരു പ്രഖ്യാപനം വന്നിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ആ വിജാതീയ ബാലൻ്റെ ഈ സന്ദേശങ്ങൾക്ക് എന്താണ് ഇത്രയധികം പ്രത്യേകതകൾ വരാൻ? എന്തുകൊണ്ടാണ് എല്ലാവരും ഇത് ഏറ്റെടുക്കുന്നത്? സഗദാഷ്യയുടെ കാര്യങ്ങൾ കേൾക്കാൻ ജനങ്ങൾക്ക് മുഴുവൻ ഭയങ്കര ആകാംക്ഷയാണ്. അതെന്തുകൊണ്ടാണ്? ഇതൊക്കെയാണ് ഇമ്മാക്കുലിയുടെ ഇപ്പോഴത്തെ ചിന്തകൾ, അന്നത്തെ ചിന്തകളായിരുന്നത്. ഇമ്മാക്കുലി പിന്നീട് സഗദാഷ്യനെ കുറിച്ച് വിവരിക്കാൻ തുടങ്ങുമ്പോൾ, ഇമ്മാക്കുലി തന്നെ റുവാണ്ടയിലേക്ക് ആളുകളെ കൊണ്ടുപോയാൽ എന്താ, ഇങ്ങനൊരു ചിന്ത വന്നു എന്നാണ് പറയുന്നത്. ഇമ്മാക്കുലി പറയാണ്, എൻ്റെ സ്വന്തം ജംബോ ജെറ്റ് വേണ്ടി വരും ആളുകളെ കൊണ്ടുപോകാൻ. പക്ഷേ എങ്കിലും കുറച്ച് പേരെയെങ്കിലും കിബ്ഹോയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇമ്മാക്കുലിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇമ്മാക്കുലി പറയുന്ന വലിയൊരു ചാരിതാർത്ഥ്യത്തോടു കൂടി പറയുന്നൊരു കാര്യം. അതാണ്. അങ്ങനെ 12 പേരെ തിരഞ്ഞെടുത്ത് ഇവർ ആദ്യത്തെ കിബ്ഹോ അമേരിക്കൻ തീർത്ഥയാത്ര ഉറപ്പിച്ചു എന്ന്. റുവാണ്ടയുടെ തലസ്ഥാനമായ കിഗാലിയിലേക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഇമ്മാക്കുലി ചിന്തിച്ചൊരു കാര്യമുണ്ട്. കിബ്ഹോയിലേക്ക് ഡാഡി തീർത്ഥാടനത്തിനായിട്ട് പോകുമ്പോൾ എത്രമാത്രം എരന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ കൂടി കൊണ്ടുപോകാൻ. അപ്പോഴൊക്കെ വിലക്ക് കിട്ടിയ ഇമ്മാക്കുലി ഇപ്പോൾ കിബ്ഹോയിലേക്ക് തീർത്ഥാടകരെ കൊണ്ടുപോവുകയാണ്. ഇമ്മാക്കുലി പറയാണ്, എൻ്റെ ഡാഡിയും മമ്മിയുമൊക്കെ ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് ഇത് ഒരു മന്ദഹാസത്തോടെ നോക്കുന്നുണ്ടാകും എന്ന്. അവർ വിലക്കിയ ഇമ്മാക്കുലി ഇന്ന് അതിൻ്റെ ഒരു തീർത്ഥാടകയായിട്ട് മാറിയിട്ടുള്ളത്. അങ്ങനെ അവർ കിഗാലിയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് എല്ലാവരും ആ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളാണ്.
അങ്ങനെ എയർപോർട്ടിൽ അവരിയ്ക്കുമ്പോൾ ആരോ ചോദിച്ചു, സെഗദേഷ്യ എന്തെങ്കിലും എയർപോർട്ടിൽ വന്ന് ഇങ്ങനെ ഫ്ലൈറ്റിൽ പോയിട്ടുണ്ടാവോ എന്ന്. ഇമ്മാക്കുലിക്ക് അറിയില്ല സെഗദേഷ്യ ഇങ്ങനെ വിമാനത്തിൽ പോയിട്ടുണ്ടോ എന്ന്. പക്ഷേ ഈ സെഗദേഷ്യയുടെ സന്ദേശങ്ങളൊക്കെ വായിച്ചും അനുഭവിച്ചും അറിഞ്ഞിട്ടുള്ള ഇമ്മാക്കുലി വിചാരിക്കുന്നത് അവൻ അങ്ങനെ പോയിട്ടില്ല എന്നാണ്. ഇമ്മാക്കുലി എപ്പോഴും സെഗദേഷ്യയുടെ വിവരങ്ങൾ അറിയാൻ ജിജ്ഞാസുവായിരുന്നു. എപ്പോഴും അതാണ് അവളുടെ ചിന്തകളിലുണ്ടായിരുന്നത്. അവൻ്റെ ദർശനങ്ങൾ 1952 ജൂലൈ 2 ആരംഭിച്ചതെന്ന് നമുക്കറിയാം. ഒരു വർഷം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പ്രാദേശികമായ ചില യാത്രകൾ നടത്തി. നരഹത്യയ്ക്ക് തൊട്ടു മുമ്പ് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ഇമ്മാക്കുലി പഠിച്ച ആ സ്ഥലത്ത് കുറച്ച് നാളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇമ്മാക്കുലി സെഗദേഷ്യനെ കണ്ടുമുട്ടിയിട്ടുള്ളത്. ഇവരുടെ കയ്യിൽ ഇതിനെക്കുറിച്ചുള്ള സന്ദേശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഫാദർ റൊഗമയുടെ കുറിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഹത്യ നടന്നല്ലോ, അപ്പോഴെല്ലാം നഷ്ടപ്പെട്ടു. കാരണം അവരൊക്കെ കുടുംബത്തെ കൊന്നു, എല്ലാ സാധനങ്ങളും തീ വെച്ചു. അങ്ങനെ ഇവരുടെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല ഈ സെഗദേഷ്യനെ കുറിച്ച്. ഇനിയിപ്പോൾ സെഗദേഷ്യനെ കുറിച്ച് അറിയാൻ എന്ത് ചെയ്യും? ഇവനെക്കുറിച്ച് അറിയുന്ന, ഇവൻ്റെ കുറച്ച് രേഖകളുള്ള ആരെങ്കിലും കണ്ടുമുട്ടണമേ പരിശുദ്ധ അമ്മേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഈ ഇമ്മാക്കുലി ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ സ്വർഗീയ അമ്മയോട് യാചിച്ചിട്ടുള്ള പ്രാർത്ഥനയാണെന്ന് പറയുന്നത്. ഒരൊറ്റ മണിക്കൂറിനകം അമ്മ അതിൻ്റെ ഉത്തരം കണ്ടെത്തി. അങ്ങനെ യാത്രയുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ള അവളുടെ സുഹൃത്ത് മിനി ബസ്സിൽ ഏർപ്പാട് ചെയ്ത മിനി ബസ്സിൽ കിഗാലിയുടെ പ്രാന്തപ്രദേശത്തേക്ക് പോവാണ്. അവർക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന താമസ സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഈ അമേരിക്കയിൽ നിന്ന് വരുന്നവർക്ക് ദീർഘമായ യാത്ര കഴിഞ്ഞ് വരില്ലേ, അപ്പോൾ അവർക്ക് വിശ്രമിക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ അവർ ഈ ബസ്സിൽ യാത്ര ചെയ്യാം. യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ അവർ പോകുകയാണ്. അതെവിടേക്കാണ് പോകുന്നത് എന്ന് അറിയാമോ? അവർ പോകുന്നത് കിഗാലിയിലെ ഫോയർ ഡി ചാരിറ്റി എന്ന കത്തോലിക്ക ധ്യാന മന്ദിരത്തിലേക്കാണ് അവർ പോകുന്നത്. ഈ കത്തോലിക്ക സമൂഹം 1930കളിലാണ് ആരംഭിച്ചത് ഫ്രാൻസിൽ. ഇവരുടെ മെയിൻ മിഷൻ തന്നെ ആത്മീയ യാത്രകൾ, തീർത്ഥാടകരുടെ താമസ സൗകര്യങ്ങൾ, ഇതൊക്കെ സംഘടിപ്പിക്കലാണ് ഇവരുടെ ഇവരുടെ മെയിൻ ഉദ്ദേശം ഈ സമൂഹത്തിൻ്റെ. അങ്ങനെയൊരു ധ്യാനകേന്ദ്രം പോലെയുള്ള മന്ദിരത്തിലേക്കാണ് അവർ എത്തുന്നത്. അതീവ സുന്ദരമാണെന്നാണ് പറയുന്നത് ഈ പ്രദേശം, ഈ റുവാണ്ടയുടെ ഈ കിഗാലി പ്രദേശം. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഒരു അമേരിക്കൻ സുഹൃത്ത് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ ഈശോയും മാതാവും സന്ദേശം നൽകാനായിട്ട് റുവാണ്ട തിരഞ്ഞെടുത്തതെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. കാരണം ഇത് ഭൂമിയിലെ സ്വർഗമാണ്, പർദീസ തന്നെയാണ് എന്ന്. ഇവരങ്ങനെ അവിടെ വിശ്രമിച്ചിരിക്കുമ്പോൾ ഒരാളെ പരിചയപ്പെടാനിടയായി. അദ്ദേഹത്തിൻ്റെ പേര് മോൺസിഞ്ഞൂർ ഫെലീഷ്യൻ മുബിലിഗി എന്നാണ്. ഫാദർ ഒരു ഇടവക വികാരിയാണ് എന്നാണ് പരിചയപ്പെടുത്തിയത്. ഫാദർ ഫെലീഷ്യനെ പോലെ തന്നെ കരുണയുള്ള, അഗാധമായ സ്നേഹമുള്ള ഒരു പുരോഹിതനാണ് ആ മന്ദിരത്തിൻ്റെ ഡയറക്ടർ എന്നറിഞ്ഞപ്പോൾ ഇമാക്കിലിക്ക് ഭയങ്കര സന്തോഷമായി. ഫാദർ ഫെലീഷ്യൻ കിബിഹോ സ്കൂളിലെ 3 ദർശകർ, അതായത് അൽഫോൻസിൻ, അനത്താലി, മേരി ക്ലെയർ, ഇവർക്ക് വത്തിക്കാൻ്റെ ഔദ്യോഗിക അംഗീകാരം ലഭിക്കാൻ കുറേ പരിശ്രമിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പരിശ്രമം മൂലം ഒരിക്കൽ സെഗദേഷ്യയുടെ ദർശനങ്ങളും സന്ദേശങ്ങളും അംഗീകരിക്കപ്പെടും എന്നാണ് ഇമ്മാക്കുലി പ്രത്യാശിക്കുന്നത്. അങ്ങനെ സെഗദേഷ്യയുടെ ഓരോ അനുഭവങ്ങളും ഈ ഫാദർ കൂലങ്കുഷമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതുപോലെ 1982 കിബിഹോ ദർശനങ്ങൾ ആരംഭിക്കുമ്പോൾ മുതൽ ഈ ഫാദർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മ ദർശനം നൽകുന്ന ഈ 3 പെൺകുട്ടികളുടെയും ഈ സെഗദേഷ്യയുടെയും സന്ദേശങ്ങളെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. അതിനുവേണ്ടി മിറക്കിൾ ഡിറ്റക്റ്റീവ്സ് എന്ന് പറഞ്ഞ സംഘത്തിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിന് കുറേയേറെ പ്രതികൂലങ്ങൾ നേരിടേണ്ടി വന്നു. നന്മയ്ക്കെതിരെ എപ്പോഴും സാത്താൻ ഉണ്ടാവുമല്ലോ. അങ്ങനെ അത് പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിദഗ്ധരായ ടീമുകളാണ് ഇവർക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. വേദശാസ്ത്ര വിഭാഗവും മാനസിക ആരോഗ്യ വിഭാഗവും രണ്ടും കൂടി ചേർന്നിട്ടാണ് അന്വേഷണ കമ്മീഷൻ.
അങ്ങനെ ഈ ദർശകരെ കമ്മീഷൻ പരിശോധിച്ച് കഴിഞ്ഞ് ഈ മെത്രാൻ കിബുഹോയെ റുവാണ്ടയിലെ പൊതു ആരാധന സ്ഥലമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ സ്വർഗവുമായി സംവദിക്കുന്ന സമയം ദർശകർക്ക് നിൽക്കാനുള്ള സ്റ്റേജ്, ആധുനിക ശബ്ദ ശ്രവണ സംവിധാനങ്ങളൊക്കെ പണി കഴിപ്പിക്കാൻ അദ്ദേഹം സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തിട്ടുണ്ട്. പരസ്യമായി രഹസ്യമായും ബുട്ടാരെ മെത്രാൻ ദർശകരെ സഹായിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കളുടെ ഗ്രാമത്തിൽ നിന്ന് കിബുഹോയിലേക്ക് പോകും വഴി ഈ സെഗദാഷ്യ ഈ ബുട്ടാരെ മെത്രാസന മന്ദിരത്തിൽ താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ലോക അവസാനത്തെക്കുറിച്ചും നാം ഉടനടി നമ്മുടെ ആത്മാക്കളെ വിധി ദിവസത്തിനായി ഒരുക്കണമെന്നുള്ള സെഗദാഷ്യയുടെ അടിയന്തര സന്ദേശങ്ങളായിരിക്കും സഭയുടെ നിയമപ്രകാരമുള്ള അംഗീകാരത്തിനായി കാത്തിരിക്കാതെ മെത്രാനെ അവനെ അംഗീകരിക്കാൻ പ്രേരിപ്പിച്ചത്. അവൻ്റെ സന്ദേശങ്ങൾ, ലോകാവസാനത്തെക്കുറിച്ച് ഈശോ പറഞ്ഞ കാര്യങ്ങൾ, വിധി ദിവസത്തിനായി ഒരുങ്ങണം എന്ന് പറഞ്ഞിട്ടുള്ള സന്ദേശങ്ങൾ, അതാണത്ര ഈ മെത്രാനെ അത് അംഗീകരിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കൽ മെത്രാൻ അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസിക്ക് ഒരു അഭിമുഖം നൽകി. ഇങ്ങനെയാണ് പറഞ്ഞത്: കിബുഹോയിൽ അത്ഭുതകരമായ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. സന്ദേശങ്ങളൊക്കെ സത്യമാണ്. മനുഷ്യർ അവ ശ്രദ്ധിക്കണം, അനുസരിക്കണം. പക്ഷേ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരം ഇപ്പോഴും ആയിട്ടില്ല എന്ന് മാത്രം. ഫാദർ ഫെലീഷ്യൻ കിബുഹോയിൽ വരുമ്പോൾ തന്നെ ഏറെ പ്രശസ്തനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഫാദർ ഫെലീഷ്യനോടൊപ്പം ഊണുമുറിയിൽ അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സെഗദേഷ്യയെക്കുറിച്ച് ഇവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അടുത്ത് കിട്ടുന്ന എല്ലാ സന്ദർഭങ്ങളിലും സെഗദേഷ്യയെക്കുറിച്ചാണ് ഇമ്മാക്കുലി പറഞ്ഞുകൊണ്ടിരുന്നത്. ഫാദർ പറയുമായിരുന്നു, സെഗദേഷ്യയെക്കുറിച്ച് ഞാൻ ഔദ്യോഗികമായിട്ടൊന്നും പറയുന്നില്ല, അതെൻ്റെ ജോലിയല്ല, അത് പറയേണ്ടത് വത്തിക്കാനാണ്. പക്ഷേ ഞാൻ ഈ സന്ദേശങ്ങളും ദർശനങ്ങളും പഠിച്ചതിന് ശേഷം കിബുഹോ ദർശനങ്ങളിൽ പരിശുദ്ധ അമ്മ വന്നിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്. അത് ദൈവം നൽകിയ സത്യമാണ് എന്ന്. സഭ അവൻ്റെ ദർശനങ്ങൾ പൊതുവായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഭാവിയിൽ ഇതിനെ സഭ അംഗീകരിക്കും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇവരുടെ ഈ ദർശനങ്ങൾ ഇങ്ങനെ കിട്ടിയ ആളുകളൊക്കെ ഇവരെ ഇങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ 100-ലേറെ ദർശകർ പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങൾക്കും പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അവർ കപട ദർശകരും സാത്താൻ്റെ ആളുകളുമായിരുന്നു. അതൊക്കെ അപ്പം തന്നെ ഈ ഫാദർ തെളിയിച്ച് അവരെയൊക്കെ പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നീട് ഈ അൽഫോൻസിൻ, അനത്താലി, മരിക്ലയർ ഇവർക്ക് കിട്ടിയ സന്ദേശങ്ങളും ഇവരാണ് അംഗീകരിച്ചിട്ടുള്ളത്. സെഗദാഷ്യയ്ക്ക് പ്രധാനമായും ദർശനം കൊടുക്കുന്നത് യേശുനാഥൻ തന്നെയാണ്. ഈ സന്ദേശങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചതിന് ശേഷം ഇതെല്ലാം പൂർത്തിയാക്കി വത്തിക്കാനെ ഏൽപ്പിച്ച് അത് ഇവർ പരിശോധിക്കാൻ ആരംഭിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ 1994 നരഹത്യ നടന്നു. അവിടെ എല്ലാം തീ വെച്ചു, സകല കാര്യങ്ങളും നശിച്ചു പോയി. ഇനി അവനെക്കുറിച്ച് ഒന്നും ബാക്കിയില്ലാത്ത പോലെ സകലതും തുടച്ചു മാറ്റപ്പെട്ടു. അപ്പോൾ ഇനി എന്തു ചെയ്യും? ഈ സെഗദേഷ്യ ഒരു വിശ്വസിക്കാവുന്ന ദർശകനാണ് എന്ന് പറയാനുള്ള കാരണം ഫാദർ പറയുന്നത്, ഇവന് യേശു കണ്ടുമുട്ടുന്നത് വരെ ഇവൻ ഈശോയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, മതം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, ഇവൻ പഠിച്ചിട്ടില്ല, അവനൊരൊറ്റ അക്ഷരമാല പോലും അറിയില്ല. അങ്ങനെയുള്ള ഈ ഇടയ ബാലൻ സകല ബൈബിൾ വചനങ്ങളും വ്യാഖ്യാനിക്കുന്നു, വലിയ വലിയ സത്യങ്ങൾ പറയുന്നു. അവൻ പരിശുദ്ധ കന്യക എന്നൊന്നും കേട്ടിട്ടേ ഇല്ല. അതുകൊണ്ട് സെമിനാരി വിദ്യാർത്ഥികൾ പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥനകൾ അവൻ ചൊല്ലുന്നു. ഒന്നും അറിയാത്തൊരു കുട്ടി. ഇതൊക്കെയാണ് ഫാദറിനെ വിശ്വസിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. ഒരിക്കൽ അവനോട് അഭിമുഖം നടത്തുമ്പോൾ ഈ ഫാദർ ചോദിച്ചു, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന അവൻ ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവനോട് ചോദിച്ചു, നിന്നെ ആരത് പഠിപ്പിച്ചതെന്ന്, നിനക്ക് എങ്ങനെയാണിത് മനസ്സിലാവണേ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇത് എന്നെ ഈശോ പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫാദർ ചോദിച്ചു, നിന്നെ വേറെ ഏതെങ്കിലും പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ടോ ചോദിച്ചു. ഇല്ല, നാളെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ രാത്രി മുഴുവൻ കമ്മീഷനിലെ ഒരാൾ അവനെ ശ്രദ്ധിച്ചിരുന്നു, എന്താണ് അവൻ ചെയ്യുന്നത്. കാരണം ഇതുവരെ അവനൊന്നും അറിയില്ല. നാളെ ഈശോ പഠിപ്പിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇന്ന് രാത്രി അവൻ വേറെ ഏതെങ്കിലും വിധത്തിൽ ഈ പ്രാർത്ഥനകൾ പഠിക്കാൻ നോക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അവൻ ആരോടും സംസാരിച്ചില്ല. അവൻ ഉറങ്ങുമ്പോഴും അവനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിറ്റത്തെ ദിവസം
അവനോട് ചോദിച്ചു, ഈശോ എന്തെങ്കിലും പഠിപ്പിച്ചോ എന്ന് ചോദിച്ച വശം അവൻ എന്ത് ചെയ്തു? ഉടനടി മുട്ടുകുത്തി ഒരു പ്രാർത്ഥന ചൊല്ലി. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ഓ എൻ്റെ ദൈവമേ, ഞാൻ അവിടത്തേക്കെതിരായി പാപം ചെയ്തതിന് ഖേദിക്കുന്നു. എൻ്റെ പാപങ്ങളെ ഞാൻ വെറുക്കുന്നു. ഞാൻ സ്വർഗത്തെ നഷ്ടമാക്കി നരകത്തിന് അർഹനായി. നരകത്തിലെ വേദനയെ ഞാൻ ഭയപ്പെടുന്നു. മിക്കവാറും സകലരും അങ്ങേ ധിക്കരിക്കുന്നു. എൻ്റെ ദൈവമേ, സകല നന്മയായ അവിടുന്ന് സ്നേഹം മാത്രം അർഹിക്കുന്നു. അങ്ങേ പ്രസാദപര സഹായത്താൽ പാപങ്ങളെ ഉപേക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പരിഹാരമനുഷ്ഠിച്ച് എൻ്റെ ജീവിതം മെച്ചപ്പെടുത്തും. ആമേൻ. ഫാദർ പറയാണ്, കത്തോലിക്കാരല്ലാത്തവരോട് ഞാനിത് പറയട്ടെ, ഇത് മനസ്താപ പ്രകരണമാണ്. പാപങ്ങൾക്ക് ക്ഷമ ചോദിച്ച് ചൊല്ലുന്ന മനസ്താപ പ്രകരണം. അപ്പോൾ കഴിഞ്ഞ ദിവസം അവൻ ഈ പ്രാർത്ഥന അറിയില്ലായിരുന്നു. രാത്രി കിടന്നുറങ്ങിയപ്പോൾ അവൻ ഈ പ്രാർത്ഥന കാണാതെ ചൊല്ലുന്നു. അത് ഒരു അത്ഭുതം തന്നെയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ സകദേശീയ ഈശോ പഠിപ്പിക്കുന്ന പ്രാർത്ഥനകളൊന്നും മനപ്പാടാക്കുകയല്ല ചെയ്യുന്നത്. ഈശോ ആ അറിവ് അവനിലേക്ക് വെച്ച് കൊടുക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാകാം. അപ്പോൾ ഫാദർ ചോദിച്ചു, ദൈവത്തിൽ നിന്നും ക്ഷമ സ്വീകരിക്കാൻ എന്ത് പാപമാണ് നീ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോൾ സകദേശി പറയാണ്, നമ്മളിൽ ആരാണ് പാപം ക്ഷമിക്കപ്പെടേണ്ടതല്ലായിട്ടുള്ളത്? എല്ലാവരും പാപികളാണ് എന്നാണ് ആ കുട്ടി പറഞ്ഞു വരുന്നത്. എന്നിട്ട് പറയാണ്, പ്രായശ്ചിത്തത്തിൻ്റെ മനസ്താപത്തിൻ്റെ ഈ സന്ദേശം ഈശോ എന്നെ പഠിപ്പിച്ചത് എൻ്റെ മാത്രം പാപങ്ങൾക്ക് പരിഹാരമായിട്ടല്ല. അത് ഓരോ സ്ത്രീയും പുരുഷനും തങ്ങൾ പാപം ചെയ്തു എന്ന ബോധ്യമുണ്ടാകുമ്പോൾ മനസ്താപത്തോടെ ചൊല്ലേണ്ടതാണ്. കാലത്തിൻ്റെ അവസാനം നമുക്ക് അടുത്തെത്തിയിരിക്കുന്നു. ഈശോ ഭൂമിയിലേക്ക് തിരികെ വരും മുമ്പ് നാം അനുതപിക്കണം. എല്ലാവരും തങ്ങളുടെ ഹൃദയങ്ങൾ വിശുദ്ധീകരിക്കണം. വെറുപ്പ് ഉപേക്ഷിക്കണം. മനസ്താപ പ്രകരണം ആത്മാർത്ഥതയോടെ ചൊല്ലണം. ഈശോയെ കണ്ടുമുട്ടുവാനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാൻ, വിശുദ്ധീകരിക്കപ്പെടാൻ ഏറ്റവും നല്ല മാർഗം നമ്മുടെ പാപങ്ങൾ കുമ്പസാരിക്കുകയാണ്. ഇതാണ് ഈശോ ലോകത്തിന് നൽകാൻ എന്നെ ഏൽപ്പിച്ച ഒരു സുപ്രധാന സന്ദേശം. ലോകത്തിന് കൊടുക്കാൻ വേണ്ടി ഈശോ ഏൽപ്പിച്ച സുപ്രധാന സന്ദേശമാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്താണെന്നോ? പാപങ്ങളെക്കുറിച്ച് മനസ്തപിക്കണം, അനുതപിക്കണം, കുമ്പസാരത്തിലൂടെ, വിശുദ്ധ കൂദാശയിലൂടെ കടന്നു പോകണം. ലോകത്തിൻ്റെ അവസാനം, കാലത്തിൻ്റെ അവസാനം അടുത്ത് എത്തിയിരിക്കുന്നു. ഈശോ ഭൂമിയിലേക്ക് തിരികെ വരും മുമ്പ് നാം അനുതപിക്കണം. ഇതാണ് ഈ കുട്ടിക്ക് കൊടുത്ത സന്ദേശം. പക്ഷേ സകദാശ്യ ഒരു മാലാഖയാണ് എന്നൊന്നും ഈ ഫാദർ പറയുന്നില്ല. അവൻ ഒരു സാധാരണ മനുഷ്യജീവി മാത്രമാണ്. പക്ഷേ അവനൊരു കാര്യമുണ്ട്. ഈ ഈശോ പറയുന്നത് മുഴുവനൊന്നും അവനെ ഓർത്തിരിക്കാൻ പറ്റണില്ല. ഈശോ നൽകുന്ന സന്ദേശത്തെക്കുറിച്ച് അവനൊന്നും ആദ്യം മനസ്സിലായിട്ടുമില്ല. അതുകൊണ്ട് അവൻ ഈ ഭൂമിയിൽ പഠിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകനെ കൊണ്ടും പറ്റില്ല എന്നാണ് ഈ ഫാദർ പറയുന്നത്. അത്രയ്ക്ക് മണ്ടത്തരങ്ങളാണ് അവൻ്റെ ഹൃദയത്തിലും ബുദ്ധിയിലുള്ളത്. ഈശോയാണ് അവനെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സകദേശിയ ഈശോ വരുമ്പോൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. നമ്മൾക്കത് കേട്ടാൽ പൊട്ടിച്ചിരിക്കാൻ തോന്നുമെന്നാണ് പറയുന്നത്. ഈശോയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഉദാഹരണത്തിന് ഈശോയോട് അവൻ ചോദിച്ച ചോദ്യം ടേപ്പിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, നമുക്ക് കേൾക്കാം. ഈശോ പ്രത്യക്ഷനായി അവിടുത്തെ സാന്നിധ്യം അനുഭവപ്പെടുന്നതോടെ സകദേശിയ ഒരു ദിവ്യ അനുഭൂതിയിലാകും. ഉടനടി മുട്ടിൽ വീഴും. 2 മിനിറ്റിനകം അവൻ ചോദ്യങ്ങൾ ആരംഭിക്കും. ഇവൻ്റെ പരിപാടി ഈശോ വന്നു കഴിഞ്ഞാൽ സംശയങ്ങൾ ചോദിക്കലാണ്. കാരണം അവനൊന്നും അറിയില്ല. അവന് ദൈവികമായ ശാസ്ത്രമോ തത്വങ്ങളൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് അവൻ ചോദിക്കും. അവൻ പറയുന്നത് ഇതാണ് ഈ ടേപ്പിൽ കേൾക്കുന്നത്. മിക്കവാറും അവൻ മനുഷ്യരൊന്നും സന്ദേശങ്ങൾ വിശ്വസിക്കുന്നില്ല, വേണ്ട വിധം പ്രതികരിക്കുന്നില്ല. ഈ പരാതിയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈശോനെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. ഇതിനേക്കാളും ഭേദപ്പെട്ട വിധത്തിൽ മനുഷ്യരോട് സംവദിക്കാൻ കഴിയുകയില്ലേ? സത്യം പറഞ്ഞാൽ പയ്യൻ്റെ ചോദ്യങ്ങൾ കേട്ട് ഞാൻ തല തിരിച്ചു പിടിച്ച് ചിരിച്ചിട്ടുണ്ട്. ഈ ഫാദർ പറയാണ്. ഈശോ പറയുന്നത് വളരെ മധുരമായി ചോദ്യം ചെയ്യുന്ന പയ്യനെ കാണുന്നത് തന്നെ ആനന്ദമാണ് എന്നാണ് പറയുന്നത്. നിഷ്കളങ്കതയിൽ നിന്ന് ചോദിക്കുന്നതാണ്. പക്ഷേ സകദേശിയ വലിയ ആദരവോടും ബഹുമാനത്തോടും കൂടിയാണ് സംസാരിച്ചിരുന്നത്. അല്ലെങ്കിൽ അവൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ ഒരു മിന്നലയച്ച് കർത്താവ് മറുപടി കൊടുത്തേനെ എന്നാണ് ഫാദർ പറയുന്നത്. ഈ ഫാദർ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ അവസാനം
നരഹത്യയിൽ നഷ്ടപ്പെടുകയാണ് ഉണ്ടാകുന്നത്. ദർശനം നടക്കുന്ന സമയത്തൊക്കെ ഈ ഫാദർ സ്റ്റേജിൽ സഗദേശയുടെ അടുത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ അവൻ ഈശോയോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ടേപ്പിൽ റെക്കോർഡ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം അവനെ കണ്ടിട്ട് അവനോട് പറയും ഇന്ന ചോദ്യങ്ങൾക്ക് എന്തൊക്കെയാണ് ഈശോ മറുപടി തന്നത് എന്ന്. അപ്പോൾ ഈശോ പറഞ്ഞ മറുപടിയും അവൻ പറയും. അങ്ങനെ അതും ടേപ്പ് ചെയ്യും. അങ്ങനെയാണ് ഇദ്ദേഹം ഇത് കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്നത്. പക്ഷെ അതൊക്കെ നശിച്ചുപോയി. അങ്ങനെ പാപത്തിൻ്റെ സ്വഭാവത്തെയും പാപം എങ്ങനെ ഉത്ഭവിച്ചു അതിനെക്കുറിച്ചും അനുതാപത്തെക്കുറിച്ചും പാപക്ഷമയെക്കുറിച്ചൊക്കെ സഗദേശ ഈശോയുമായിട്ട് ഒരു സംവാദം തന്നെ നടത്തിയിട്ടുണ്ട്. അത് പറയാൻ കാരണം അവൻ പറയുന്നത് ദൈവം ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വേറൊന്ന് ചെയ്തു, ഇതാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവൻ ഇത്ര പേര് ചോദ്യങ്ങൾ ചോദിക്കാനിടയായി. ചോദ്യം എന്താണെന്നോ? ചോദ്യമാണ് ഇത്: ഈശോയെ, അവിടെ നിന്ന് പറയുന്ന ശത്രുക്കളെ സ്നേഹിക്കണമെന്ന്. നമ്മുടെ ശത്രുക്കൾ തിന്മ ചെയ്താലും പാപികളായാലും നമ്മെ ഉപദ്രവിച്ചാലും പക്ഷേ ദൈവം സാത്താനോട് യുദ്ധം പ്രഖ്യാപിച്ച് അവനെ നരകത്തിലേക്ക് എറിഞ്ഞില്ലേ? പിശാചാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവെന്നും അവനോട് യുദ്ധം ചെയ്യണം, പ്രലോഭനങ്ങളെ എതിരിടണം എന്നും പറയുന്നു. ഒരു വശത്ത് ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പറയുന്ന അവിടുന്ന് മറുവശത്ത് ശത്രുവായ പിശാചിനെ വെറുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് സഗദാശ്യ ഈശോയോട് ചോദിക്കുന്ന ചോദ്യം. സത്യമല്ലേ? എല്ലാവരും സ്നേഹിക്കണമെന്ന് പറയണ ഈശോ എന്താ സാത്താനെ സ്നേഹിക്കണമെന്ന് പറയാത്ത? അതിന് ഈശോ കൊടുത്ത മറുപടി ഇതാണ്: എൻ്റെ കുഞ്ഞ്, ഞാൻ സാത്താനെ വെറുക്കുന്നില്ല, മറിച്ച് സാത്താൻ എന്നെ വെറുക്കുന്നു. സാത്താൻ അനുദപിക്കുകയും ആത്മാർത്ഥമായി ദൈവത്തോട് മാപ്പ് ചോദിക്കുകയും തെറ്റുകൾ ഏറ്റുപറയുകയും ചെയ്താൽ ദൈവം ക്ഷമിക്കും, തിരികെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കുകയും ചെയ്യും. അത് സംഭവിക്കാൻ സാത്താൻ ഹൃദയത്തിൽ നിന്ന് അനുദപിക്കണം. എത്ര തരം കുമ്പസാരങ്ങളുണ്ട്? ഇനി ഈ ചോദ്യത്തിന് മറുപടി പറയും. ഇതാണ് സഗദേശയുടെ അടുത്ത ചോദ്യം. ഇത് സഗദേശയുടെ ചോദ്യമല്ല, ഇത് ഹൃദയത്തിൽ നിന്ന് നീ അനുദപിക്കണം എന്ന് പറഞ്ഞിട്ട് ഈശോ ചോദിച്ച ചോദ്യമാണ്: എത്ര തരം കുമ്പസാരങ്ങളുണ്ട്? നീ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ പറഞ്ഞു. അപ്പോൾ സഗദേശ നിഷ്കളങ്കമായിട്ട് പറഞ്ഞു: കർത്താവേ, നീ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ 2 തരത്തിൽ കുമ്പസാരിക്കാം. ഒന്നാമത്തേത് നമ്മുടെ പാപങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് അങ്ങയെ വേദനിപ്പിച്ചതിനും ധിക്കരിച്ചതിനും ആഴത്തിൽ അനുദപിച്ച് കുമ്പസാരിക്കാം. നമ്മുടെ തെറ്റുകളെക്കുറിച്ച് ഹൃദയത്തിൽ ശരിയായ മനസ്താപം ഉണ്ടായി ആത്മാർത്ഥതയോടെ അവിടത്തോട് ക്ഷമ ചോദിച്ച് ഇനി ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഈ പാപം ചെയ്യില്ല എന്ന് ഉറപ്പിക്കണം. ഇതാണ് ആദ്യത്തെ രീതി. രണ്ടാമത്തെ രീതി, പാപം ചെയ്തതിനെക്കുറിച്ചും അങ്ങയെ ധിക്കരിച്ചതിനെ പറ്റിയും ഒരു മനസ്താപവും ഇല്ല, വെറും കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കുമ്പസാരം. അനുതാപം ഒട്ടും തന്നെയില്ല, മറ്റുള്ളവരുടെ കണ്ണിൽ ഭേദപ്പെട്ടവനാണ് എന്ന് കാണിക്കാൻ മാത്രം. വീണ്ടും ഉടൻ തന്നെ പാപം ചെയ്യുകയും ചെയ്യും. ഇതാണ് രണ്ടാമത്തെ രീതിയെന്ന് ഈശോ പറഞ്ഞു. കുഞ്ഞെ, നീ വളരെ നന്നായി പറഞ്ഞു. ഹൃദയത്തിൽ അനുദപിച്ചിട്ട് വേണം കുമ്പസാരിക്കാൻ. എന്നിട്ട് പറയാണ്, നമ്മുടെ ക്ലാസ് നീ നന്നായി ഓർക്കുന്നതിൽ ഞാൻ ഏറെ ആഹ്ലാദിക്കുന്നുണ്ട് കേട്ടോ എന്ന്. എന്നിട്ട് ചോദിച്ചു, ഇപ്പം നിനക്ക് മനസ്സിലായോ സാത്താൻ യഥാർത്ഥത്തിൽ മനസ്തപിക്കുകയാണെങ്കിൽ അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? സഗദേശ പറഞ്ഞു, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സാത്താൻ വലിയ നുണയനായതിനാൽ അവന് കുമ്പസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് വീണ്ടും സഗദേശ ചോദിക്കാൻ തുടങ്ങി. കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷെ അതിനൊന്നും വ്യക്തമായിട്ടുള്ള മറുപടി ഈശോ നീ തരുന്നില്ല. നീ എന്നോട് ഒന്നും ഒളിച്ചു വയ്ക്കരിക്കോ? പറഞ്ഞേക്കണ്ടാണ്. നീ വളരെ ലളിതമായി എന്നോട് ഉത്തരം പറയുക. ജനങ്ങൾക്ക് സന്ദേശം നൽകാനായി എന്നെ നീ അയച്ചല്ലോ. അവർക്ക് കുറേ സംശയങ്ങളുണ്ട്, ചോദ്യങ്ങളുണ്ട്. അവരോട് മറുപടി പറയാൻ ഞാൻ തയ്യാറായിരിക്കണ്ടേ? അതുകൊണ്ട് നീ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മര്യാദയ്ക്ക് മറുപടി പറഞ്ഞോളൂ എന്ന്, വ്യക്തമായിട്ട് മറുപടി പറഞ്ഞോളൂ എന്ന് ഈശോയോട് സഗദേശ പറയാണ്. എന്നിട്ട് പറയാണ്, എൻ്റെ ഒരു ചോദ്യം ഇതാണ്. അവിടുന്ന് എപ്പോഴും എന്നോട് പറയുന്നുണ്ട് ഈ സന്ദേശങ്ങളെ ജനങ്ങളെ ഉടൻ അറിയിക്കണം. കാരണം ലോകത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ് എന്ന്. മനുഷ്യവംശം പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ ലോകം നാശത്തിൻ്റെ വക്കിലാണ്. പിന്നെ അവിടുന്ന് പറയുന്നത് സാത്താൻ ഒരിക്കൽ അവിടുത്തെ പ്രിയപ്പെട്ട മാലാഖിയായിരുന്നു. അവൻ ദൈവത്തോട് അസൂയപ്പെട്ടു, ധിക്കരിച്ചു. അങ്ങനെ സ്വർഗത്തിൽ യുദ്ധം ആരംഭിച്ചു. അപ്പോൾ സാത്താൻ സ്വർഗത്തിൽ നിന്നും എറിയപ്പെട്ടു. അന്ന് മുതൽ സാത്താൻ മനുഷ്യവംശത്തെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നീ എപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ സഗദേശ പറയാണ്, അതുകൊണ്ട് കർത്താവേ, എനിക്ക് തോന്നണത് മനുഷ്യൻ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുഴപ്പങ്ങളും പണ്ടേ തന്നെ സ്വർഗത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്,
ദൈവത്തിന് എങ്ങനെ പാപം കൊണ്ട് മനുഷ്യൻ ലോകത്തെ നശിപ്പിക്കുന്നുവെന്ന് കുറ്റപ്പെടുത്താൻ കഴിയും? കാരണം സാത്താനെ താഴെ ഭൂമിയിലേക്ക് വരാൻ അനുവദിച്ചതും ചുറ്റിക്കറങ്ങി ഭൂമി സ്വന്തം എന്ന മട്ടിൽ ജീവിക്കാൻ സമ്മതിച്ചതും സ്വർഗമല്ലേ? ഇടയ്ക്കൊക്കെ നമ്മുടെ മനസ്സിലും വരുന്ന ചോദ്യമാണ്. ഞാൻ തുറന്നു പറയാണ്, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ദൈവം ഈ ആദവും ഹവയും പാപം ചെയ്തുകൊണ്ടല്ലേ നമ്മളൊക്കെ ഇതുപോലെ നരകിക്കേണ്ട വന്നത്? ഇത് മുമ്പേ ദൈവത്തിന് അറിയായിരുന്നില്ലേ എന്ന് എൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള ചോദ്യമാണിത്. ഈശോ മറുപടി പറയാണ്, എൻ്റെ കുഞ്ഞ്, മനുഷ്യവംശത്തിൻ്റെ പ്രശ്നങ്ങൾ സ്വർഗത്തിലല്ല ആരംഭിച്ചത്. സാത്താന് ഭൂമിയിൽ ഒരു ഇഞ്ച് സ്ഥലം പോലും സ്വന്തമാണെന്ന് അവകാശപ്പെടാനും കഴിയില്ല. ഭൂമിയിലുള്ള സകലതും സ്വർഗത്തിൻ്റെ സ്വന്തമാണ്. ഒന്നിനും സാത്താൻ അവകാശമില്ല. സാത്താൻ്റെ പ്രശ്നങ്ങൾ സ്വന്തം ഹൃദയത്തിലാണ് ആരംഭിച്ചത്. ദൈവം പറയുന്നത് അവൻ ശ്രദ്ധിച്ചില്ല. ദൈവത്തിൻ്റെ സ്വർഗീയ കുടുംബത്തിൽ നിന്ന് അവൻ വേർപിരിഞ്ഞു പോയി തനിയെ രാജ്യം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ദൈവത്തോട് ക്ഷമ യാചിച്ച് സ്വന്തം ഹൃദയത്തിൽ അനുതപിച്ച് മടങ്ങി വന്നാൽ അവനോട് ക്ഷമിക്കുമെന്ന്. ഇന്ന് വരെ സാത്താൻ അതിനുള്ള ധൈര്യമോ സത്യസന്ധതയോ ഉണ്ടായിട്ടില്ല. തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് ദൈവത്തോട് ക്ഷമ യാചിച്ചിട്ടില്ല. അവന് ക്ഷമ ചോദിക്കുക സാധ്യവുമല്ല. എന്നിട്ട് ഈശോ പറഞ്ഞു, നീ തന്നെ നോക്കുക. നീ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ കണ്ടിട്ടുള്ള കുടുംബങ്ങളെ ഓർക്കുക. ചില കുടുംബങ്ങളിൽ മിക്കവാറും ഒരു കുട്ടി കാണും, എത്രമാത്രം മാതാപിതാക്കന്മാരെ നന്നായി ജീവിക്കാൻ പറഞ്ഞാലും നന്നായി ജീവിക്കില്ല. എന്നിട്ട് മാതാപിതാക്കൾ ഇട്ടെറിഞ്ഞ് അവർ പോവും, അവരുടെ ഇഷ്ടത്തിന് ജീവിക്കും. ഇങ്ങനെയാണ് സാത്താൻ ചെയ്തത്. ദൈവം സൗജന്യമായി നൽകിയ ആ സ്നേഹം തിരസ്കരിച്ച് നിസ്സാര കാര്യങ്ങൾക്കും കോപിക്കുന്ന ഒരു ബാലനെ പോലെ സ്നേഹം നിറഞ്ഞ് വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഇതാണ് സാത്താൻ ചെയ്ത പണി. സ്വർഗത്തിൽ ദൈവവും സാത്താനും തമ്മിലുള്ള ഈ യുദ്ധം ആരംഭിച്ചത് ദൈവം ഭൂമിയും മനുഷ്യനെയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പിന്നെ സാത്താന് അസൂയയായി. അവൻ ഒറ്റപ്പെട്ടു, ഏകാന്തത വർദ്ധിച്ചു. അപ്പോൾ അവന് മനസ്സിലായി, ഈ മനുഷ്യവംശത്തിനെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് വേർപ്പെടുത്തണം. അസൂയ വന്നു. കാരണം എന്താണെന്നറിയോ? ദൈവം മനുഷ്യനെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് സാത്താൻ അറിയാം. അവനാണെങ്കിലോ ഇവിടെ ഒറ്റപ്പെട്ട് കഴിയുക എങ്ങനെ? അപ്പം അവന് കൂട്ടായിട്ട് കുറേ ആളുകൾ വേണം. മാത്രമല്ല, ഈ ദൈവം ഇത്രമാത്രം സ്നേഹിക്കുന്ന ആൾക്കാർ ദൈവത്തിനെ തള്ളി പാപങ്ങൾ ചെയ്യുമ്പോൾ ദൈവം നന്നായി ദുഃഖിക്കും. അത് അവന് ഭയങ്കര സന്തോഷമാണ്. ഇതാണ് സാത്താൻ്റെ സന്തോഷം. മാത്രമല്ല, ഏതായാലും ഞാനോ പീഡനം അനുഭവിക്കുക, ദൈവത്തെ കാണാൻ പറ്റാത്തത്. അപ്പോൾ നീ സൃഷ്ടിച്ച മനുഷ്യരെ അങ്ങനെ തന്നെ ആവട്ടെ. ശരിക്കും അസൂയ. അതുകൊണ്ട് ഈ മനുഷ്യരെ മുഴുവൻ പറ്റിക്കാനായിട്ട് അവനിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക. ദേഷ്യം, കോപം, വെറുപ്പ്, വൈരാഗ്യം, നീരസം, ഇതൊക്കെ മനസ്സിൽ, ജഡികാസക്തി, ദ്രവ്യാസക്തി, ചതി, വഞ്ചന, ഇതൊക്കെ അവൻ മനുഷ്യരെ കൊണ്ട് ചെയ്യിച്ചിട്ട് ദൈവത്തിൽ നിന്ന് അകറ്റാനാണ് അവൻ്റെ പരിപാടി. വേറെ ഒന്നുമല്ല അവൻ്റെ പരിപാടി. ദൈവം മനുഷ്യനെ അത്രമാത്രം സ്നേഹിക്കുന്നു. അപ്പോൾ സ്നേഹിക്കുന്ന ആൾ വെറുക്കുമ്പോൾ ദൈവമൊന്ന് കരയട്ടെ. മാത്രമല്ല, ഞാനിവിടെ ഒറ്റപ്പെട്ടിരിക്കുകയല്ലേ, നീ അങ്ങനെ മനുഷ്യരെ കൂട്ടിപ്പിടിച്ച് നിൽക്കണ്ട, നീ സൃഷ്ടിച്ച മനുഷ്യരൊക്കെ എൻ്റെ കസ്റ്റഡിയിൽ വരട്ടെ, അങ്ങനെ അവരും പീഡനം അനുഭവിക്കട്ടെ. ഇതാണ് ഈ സാത്താൻ്റെ ലക്ഷ്യം. അന്നും ഇന്നും അവൻ അതിനു വേണ്ടിയുള്ള പണികളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിയണമെന്നാണ് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, നീ ഓർക്കുക, ദൈവത്തിൻ്റെ സ്നേഹം പ്രകാശമാണ്, നിത്യമായ അന്ധകാരത്തിൽ നിന്നുള്ള സംരക്ഷണമാണ്. നീ എല്ലാവരോടും, കേൾക്കാൻ തയ്യാറുള്ളവരോടൊക്കെ നീ ഇത് പറയും. അവസാന വിധി ദിവസത്തിലേക്ക് അവരുടെ ഹൃദയങ്ങളെ ഒരുക്കുക. ഭൂമിയുടെ അവസാന ദിവസങ്ങൾ ആസന്നമായി കൊണ്ടിരിക്കുന്നു. ഇത് തന്നെയാണ് ദൈവം എപ്പോഴും ഈ സകദാശയോട് പറഞ്ഞത്. ഭൂമിയുടെ അവസാനം അടുത്തു കഴിഞ്ഞു. ഇത് 1982 പറഞ്ഞതാണ് കേട്ടോ. ഇപ്പോൾ 2024 നിൽക്കണേ. അപ്പോൾ അടുത്ത് വന്നു എന്ന് പറഞ്ഞത് ഒന്നുകൂടി അടുത്ത് വന്നു. 82 തൊട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടുണ്ടാകും? ഇപ്പോൾ 2000 ആകാൻ 18 വർഷം കഴിഞ്ഞു. പിന്നെ വീണ്ടും 24 വർഷം ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ അത്രയും വർഷം കഴിഞ്ഞപ്പോൾ ഈ അവസാനം എന്ന് പറയുന്നത് എത്രമാത്രം ഇപ്പോൾ അടുത്തിട്ടുണ്ട്. അത് നമുക്കറിയാലോ. ലോകത്തിൻ്റെ അവസ്ഥ തന്നെ കണ്ടാലറിയാം. അങ്ങനെ ഈശോ പറയുകയാണ്, സാത്താൻ നുണകളുടെ ഉടമസ്ഥനാണ്, അവനെ വിശ്വസിക്കരുത്. ആദത്തിൻ്റെയും ഹവ്വായുടെയും കാലം മുതൽ മനുഷ്യനെ ദൈവസ്നേഹത്തിൽ നിന്നും അകറ്റാനാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇത് എന്നെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ശിഷ്യന് ഗുരുവിനേക്കാൾ വലിയനാകാൻ കഴിയും. അതുപോലെ പാപം ചെയ്യാൻ ആരംഭിക്കുന്ന ഒരാൾക്ക് ഉത്ഭവ പാപം ചെയ്തവരെക്കാൾ വലിയ പാപിയാകാൻ കഴിയും. അതായത് ആദവും ഹവ്വയും ചെയ്തതാണല്ലോ ഉത്ഭവ പാപം. ആദ്യം അവരുടെ പാപത്തിൽ നിന്നാണ് നമുക്ക് ഉത്ഭവ പാപം കിട്ടുന്നത്. പക്ഷേ നമ്മൾ സാത്താനെ കൂട്ടുപിടിച്ചാൽ ആ പാപത്തിനേക്കാൾ ഭീകരമായ പാപങ്ങൾ നമ്മൾ ചെയ്യും. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലുതാകുമെന്ന്. അപ്പോൾ പിന്നെ പറയുകയാണ്, സഹദേശ ചോദിക്കുകയാണ്, ഈ കുഴപ്പങ്ങളൊക്കെ ആരംഭിച്ചത് ആദവും ഹവ്വയുമല്ലേ, അവർ വഴിയല്ലേ? എന്തിനാ ദൈവം അവരെ ആദ്യം സൃഷ്ടിച്ച്? ആ രണ്ടുപേരും വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്നും പർദീസയിൽ ജീവിക്കുമായിരുന്നില്ലേ എന്ന്. അന്നുണ്ടായിരുന്നതിനേക്കാൾ എത്രയേറെ പാപികൾ ഇന്നുണ്ട്. എന്നാൽ നാം എല്ലാം ആദത്തിൽ നിന്നും ഹവ്വയിൽ നിന്നും വന്നവരാകയാൽ മനുഷ്യവംശം മുഴുവൻ പാപം ചെയ്യാൻ അവരിരുന്ന് പഠിച്ചു. ഞാൻ ശരിയല്ലേ പറയുന്നത്? അങ്ങ് സർവശക്തനാണ്. അതുകൊണ്ട് അവരെ സൃഷ്ടിച്ചപ്പോൾ അങ്ങേക്ക് അറിയാമായിരുന്നില്ലേ അവർ ബലഹീനരാണെന്ന്? ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും അവർ പാപം ചെയ്യും. അത് നിഷേധിക്കാൻ അങ്ങേക്ക് കഴിയുമോ ഈശോയെ? അപ്പോൾ എന്തിനാണ് നീ അവരെ സൃഷ്ടിച്ചത്? എന്തിനാ അവർക്ക് പിന്നാലെ വരുന്ന സകലർക്കും കഷ്ടതകളും വേദനകളും മാത്രം നൽകാൻ കഴിയുന്ന രണ്ട് പാപികളെ സൃഷ്ടിച്ചു? സത്യമായി ഞാൻ വിശ്വസിക്കുന്നു അതൊരു തെറ്റായ നടപടിയായിരുന്നു. അവിടുന്ന് അവരെ സൃഷ്ടിക്കുകയേ അരുതായിരുന്നു. സഹദേഷ്യ ഈശോനെ തിരുത്തുന്നതാണ് കാണുന്നത്. നീ ആദത്തിനെയും ഹവ്വനെയും സൃഷ്ടിക്കാനേ പാടില്ലായിരുന്നു. നിനക്കറിയാമായിരുന്നില്ലേ അവർ പാപം ചെയ്യുന്നു? പിന്നെ എന്തിനാ അവരെ സൃഷ്ടിച്ചത്? ഞങ്ങൾ മുഴുവൻ കഷ്ടപ്പാടിലായില്ലേ? അതുകൊണ്ട് കർത്താവ് അതിന് മറുപടി കൊടുക്കുന്നതാ, മകനെ, നിനക്കൊരു കുട്ടിയുണ്ടെങ്കിൽ നീ സ്നേഹം കൊണ്ട് അതിന് ജന്മം നൽകുന്നു. അത് നല്ലതായിരിക്കുമോ ചീത്തയായിരിക്കുമോ എന്ന് നിനക്കറിഞ്ഞുകൂടാ. എന്തായാലും നീ അവനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കും. ഏറ്റവും നല്ലത് മാത്രം ആഗ്രഹിക്കുന്നു. നീ കരുതുന്നു ദൈവം ജീവൻ നൽകിയ അവൻ ദൈവത്തെപ്പറ്റി ചിന്തിക്കും. സ്നേഹത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട കുട്ടി സ്നേഹിക്കും എന്നാണ് നീ വിചാരിക്കുന്നത്. സഹദേശൻ, ഞങ്ങൾ ദൈവത്തെപ്പറ്റി കൃത്യമായി എങ്ങനെ ചിന്തിക്കണമെന്നാണ് അങ്ങ് കരുതുന്നത്? എന്നോട് അവിടുന്ന് പറഞ്ഞത് ദൈവത്തിന് അപ്പൻ എന്ന നിലയിൽ സ്നേഹിക്കണമെന്നാണ്. കാരണം പിതാവായ ദൈവം എന്നെ എൻ്റെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ നിന്നെ ഇപ്പോഴല്ലേ കണ്ടുമുട്ടിയിട്ടുള്ളൂ. അതുവരെ ഞാൻ എൻ്റെ അപ്പനെ അമ്മയുടെ സ്നേഹമാണ് കണ്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് വിശന്നപ്പോൾ നീയൊന്നും ഭക്ഷണം ഊണുമേശരിക്ക് കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങൾ മാത്രമാണ് കഷ്ടപ്പെട്ടത്. എൻ്റെ വയലിലെ നല്ല പയറുമണികളൊന്നും നീ വിളയിച്ച് തന്നിട്ടില്ല. അപ്പോൾ പിന്നെ നിന്നെ ഞാൻ ഇപ്പം നീ വന്നിട്ടുള്ളതാണെങ്കിലോ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടാണ് നീ വന്നേക്കണേ. ഇങ്ങനെയുള്ള ദൈവത്തെ ഞാൻ സ്നേഹിക്കണോ? അതിനേക്കാളും നല്ലത് എൻ്റെ മാതാപിതാക്കൾ സ്നേഹിക്കല്ലേ. അവരെന്നെ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഓർമ്മ വെച്ചപ്പോൾ മുതൽ ഞാൻ അവരുടെ മുഖമാണ് കാണണേ. പിന്നെ എങ്ങനെ നിന്നെ ഞാൻ സ്നേഹിക്കേണ്ടത്? അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്, ഈ മാതാപിതാക്കളുടെ സ്നേഹവും നിന്നോടുള്ള സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എന്താ? സഹദാശിയുടെ ചോദ്യങ്ങളാണിതൊക്കെ. അപ്പോൾ കർത്താവ് ചോദിച്ചു, നിനക്ക് ആ സ്നേഹത്തിൻ്റെ വ്യത്യാസം അറിയണമല്ലേ? അപ്പോൾ വീണ്ടും പറഞ്ഞു, അതെ കർത്താവ്, എനിക്ക് ആ സ്നേഹത്തിൻ്റെ വ്യത്യാസം അറിയണം. കാരണം ഞാൻ എൻ്റെ കുഞ്ഞായിരിക്കുമ്പോൾ ഒരിക്കലും ഞാൻ ദൈവത്തിനൊന്നും കണ്ടിട്ടില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മയും അപ്പനാണ് ചെയ്തു തന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുക? അപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ കുഞ്ഞ്, നീ എന്നെ ഒരിക്കലും കണ്ടിട്ടില്ല എങ്കിലും നിന്നെ സംരക്ഷിക്കാനായി ഞാൻ അവിടെ ഉണ്ടായിരുന്നു. നീ കേട്ടിട്ടുണ്ടോ എൻ്റെ പരിപാലകർ എന്നെ സ്നേഹിക്കുന്നു എന്ന ഗാനം? എന്നിട്ട് ആ പാട്ട് പാടിക്കൊടുത്തു. എൻ്റെ പരിപാലകൻ എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ പരിപാലകൻ ദൈവം എന്നെ കാക്കാനായി തന്നവൻ എന്നെ കാത്തുരക്ഷിക്കുന്നു. ക്ലേശകാലങ്ങളിലെല്ലാം സാത്താനെ ദൂരെ അകറ്റിയിടുന്നു, എൻ്റെ ഹൃദയത്തെ കാക്കുന്നു. എൻ്റെ പരിപാലകൻ എന്നെ സ്നേഹിക്കുന്നു, അവനോ ദൈവം എനിക്കേകിയ സമ്മാനം. അത് പറഞ്ഞ ഉടനെ സഹദർശിക്ക് എല്ലാം മനസ്സിലായി. അത് മനസ്സിലാക്കി കൊടുത്തു കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പോൾ അവൻ പറഞ്ഞു, കർത്താവെ, എനിക്കിപ്പോൾ മനസ്സിലായി. എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി. എനിക്ക് എൻ്റെ മാതാപിതാക്കളെ തന്നതും എല്ലാം നീയാണല്ലേ. അപ്പോൾ നീ പറഞ്ഞിട്ടാണ് എൻ്റെ മാതാപിതാക്കൾ എന്നെ സ്നേഹിക്കുന്നത്. നിൻ്റെ സ്നേഹമാണ് ഞാൻ ആ കണ്ടതല്ലേ. എല്ലാവരും മനസ്സിലായി. അടുത്ത ചോദ്യം, എനിക്കിനി ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട് കർത്താവെ. നിന്നെ ദൈവത്തിനെ പല പേരിൽ മനുഷ്യർ വിളിക്കുന്നുണ്ടല്ലോ. യഹോവ എന്ന് വിളിക്കുന്നുണ്ട്, അള്ളാഹ് എന്ന് വിളിക്കുന്നുണ്ട്, റുവാണ്ടയിൽ ദൈവത്തിനെ തുമാന എന്ന് വിളിക്കും, സയറിൽ മുങ്കൂന്ന് വിളിക്കും. ഇപ്പം ഞാൻ നിന്നോട് ഈശോയോട് സംസാരിക്കുന്നു. അങ്ങയുടെ അമ്മയായി പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് കേൾക്കുന്നു, യൂദാസിനെക്കുറിച്ചും സാത്താനെക്കുറിച്ചും ഒക്കെ കേൾക്കുന്നു. ഇതൊക്കെ എനിക്ക് വലിയ ചിന്താകുഴപ്പമുണ്ടാക്കുന്നുണ്ട്. എന്ന് ചോദിച്ചു, ആരെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്?
അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എന്ത് ചെയ്താലും വേണ്ടില്ല, യൂദാസിനെയും സാത്താനെയും ബഹുമാനിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യരുത്. വീണ്ടും ചോദിച്ചു, അപ്പോൾ ഈ പറഞ്ഞ പേരുകളിൽ ആരെയാണ് ഞാൻ സ്നേഹിക്കേണ്ടത്? കർത്താവ് പറഞ്ഞു, നീ പറഞ്ഞ പേരുകളിൽ അമ്മേനെ, യേശുവിനെ, അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. ഈ പേരുകളിൽ ആരെയെങ്കിലും നീ യഥാർത്ഥത്തിൽ നിൻ്റെ ഹൃദയത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ എൻ്റെ വരവിനായി നിൻ്റെ ഹൃദയം ഒരുക്കുന്നതിൽ വിജയിച്ചു കഴിഞ്ഞു. ഈശോയെയോ അമ്മയെയോ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ എൻ്റെ വരവിനായിട്ട് നിൻ്റെ ഹൃദയം ഒരുക്കാൻ തുടങ്ങി, അതിൽ വിജയിക്കുന്നു എന്ന്. എന്നിട്ട് പറയാണ്, നീ പറഞ്ഞ പേരുകളൊന്ന് വിളിച്ചു കഴിയുമ്പോൾ സത്യത്തിലേക്ക് നീതിയിലേക്ക് നീ എത്തിച്ചേരണം. നിനക്ക് ആവശ്യങ്ങൾ നേരിടുമ്പോൾ നീ ദൈവമേ എന്ന് വിളിച്ചാൽ നിനക്ക് എപ്പോഴായാലും സഹായം ലഭിക്കും. എൻ്റെ പരിശുദ്ധയായ അമ്മ നിന്നെ എൻ്റെ പക്കലേക്കും പിതാവിൻ്റെ പക്കലേക്കും പരിശുദ്ധാത്മാവിലേക്കും നിശ്ചയമായും ആനയിക്കും. ഞങ്ങൾ വ്യത്യസ്തരല്ല, ത്രിയേക ദൈവമാണ്. പരിശുദ്ധ തൃത്വത്തിൻ്റെ മഹാരഹസ്യമാണ് ഈ ഒന്നും അറിയാത്ത ഈ ഇടയബാലനോട് കർത്താവ് പറഞ്ഞു വെച്ചത്. പക്ഷേ അത് അവന് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അപ്പം തന്നെ മനസ്സിലായി. അവൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാകുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ഒരു കുഴപ്പത്തിൽപ്പെടുകയും ഉടനടി സഹായം ചെയ്യേണ്ടി വരികയും ചെയ്താൽ നിങ്ങളിൽ ആരാണ് ഉടനെ എത്തി എന്നെ സഹായിക്കുക? ഈ ചോദ്യം കേട്ടപ്പോൾ ഈശോ പറഞ്ഞു, നീ ഇങ്ങനെ എന്നെ ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടുന്നുണ്ടല്ലേ എന്ന്. അപ്പോൾ സെഗദാശി പറഞ്ഞു, ഈശോയെ, എനിക്ക് നിന്നോട് ബഹുമാനമില്ലാഞ്ഞിട്ടല്ല കേട്ടോ, എനിക്കിത് അറിഞ്ഞേ പറ്റുള്ളൂ. അങ്ങ് എനിക്ക് യഥാർത്ഥമായും അനുദപിക്കുക, ലോകത്തിൻ്റെ അന്ത്യാഗതമായിരിക്കുന്നു എന്നുള്ള സന്ദേശം കൈമാറുക എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാനിത് പറയുമ്പോൾ എനിക്ക് ഭ്രാന്താണെന്നാണ് അവർ പറയുന്നത്. എനിക്ക് നല്ല അടി തരാൻ ഒരുങ്ങുന്നു. അവർ എൻ്റെ ഭവനത്തിന് മുമ്പിൽ തടിച്ചുകൂടി എൻ്റെ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുന്നു. അവർ രക്ഷിക്കാൻ ആരുമില്ലാത്ത ദരിദ്രയായ എൻ്റെ അമ്മയെ നിന്ദിക്കുന്നു. കുടുംബം മുഴുവനെയും അപമാനിക്കുന്നു. എൻ്റെ അപ്പനും അമ്മയും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയതിന് എന്നെ വിഡ്ഢി എന്ന് വിളിക്കുന്നു. എനിക്കാകട്ടെ അവരുടെ ലളിതമായ ചോദ്യങ്ങൾക്കൊന്നിനും ഉത്തരം കൊടുക്കാനും കഴിയുന്നില്ല. അവർ എന്നെ നുണയനെന്ന് വിളിക്കുന്നു, മോശമായി പെരുമാറുന്നു. ഈശോയെ, സ്വർഗത്തിൽ ആരാണ് ഏറ്റവും വലുതെന്ന് നീ എന്നോട് പറയണമേ. അതുവഴി എനിക്ക് എളുപ്പത്തിൽ സഹായം കിട്ടുമല്ലോ. കാരണം ഏറ്റവും നല്ല സഹായം ചെയ്യുന്നവനോട് പ്രാർത്ഥിച്ചാൽ പോരെ? അതാണ് സെഗദേശയുടെ ചോദ്യം. അങ്ങ് ഭൂമിയിലായിരിക്കുമ്പോൾ ഏത് ശക്തി കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ആ ശക്തി എനിക്ക് തന്നാൽ ഞാൻ എൻ്റെ കാര്യം നോക്കിയോളാം. തീർച്ചയായും സത്യം എന്താണെന്ന് മനസ്സിലാക്കി തന്നാൽ ഞാൻ അങ്ങയുടെ സഹായം ഇല്ലാതെ തന്നെ എല്ലാത്തിനും ഉത്തരം നൽകുകയും ചെയ്യാം. സെഗദേശയുടെ നിഷ്കളമായ നിർദ്ദേശങ്ങളാണ്. നീ എന്നെ വെറുതെ വലയിപ്പിക്കല്ലേ ഇങ്ങനെ. നിൻ്റെ ശക്തി എനിക്ക് താ, അപ്പോൾ പിന്നെ നിൻ്റെ സഹായം വേണ്ട. ഞാൻ നീ പറഞ്ഞതൊക്കെ ഭൂമിയിൽ പറഞ്ഞോളാം. ആ ശക്തി ഇങ്ങോട്ട് തരാനാണ് പറയണേ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങയുടെ ശക്തിയും ജ്ഞാനവും എന്നെ തന്നെ പ്രതിരോധിക്കാൻ എനിക്ക് നൽകാത്തത്? ഈശോ ചോദിച്ചു, കുഞ്ഞെ, നീ കരുതുന്നുണ്ടോ എൻ്റെ മുഴുവൻ ജ്ഞാനവും ശക്തിയും നിനക്ക് തന്നാൽ നീ അത് ശരിയായ വിധത്തിൽ ഉപയോഗിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, ശരിയാ, ചിലപ്പോൾ ഇല്ലായിരിക്കാം. പക്ഷേ അങ്ങ് പറയുന്നത് ഞാൻ അനുസരിക്കുന്നുണ്ടല്ലോ. ചുറ്റി സഞ്ചരിച്ച് ലോകാവസാനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു. ആരെങ്കിലും എന്നെ കൊന്നേക്കാം, പിടിച്ചകത്താക്കാം. അതുകൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്. ഈശോ ചോദിച്ചു, മനുഷ്യവംശത്തിന് വേണ്ടി മരിക്കാൻ നീ തയ്യാറാണോ? സെഗദേശ പറഞ്ഞു, അത് അത്ര എളുപ്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആരും തന്നെ ഒന്നിനുമല്ലാതെ മരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒന്നിനും വേണ്ടിയല്ലാതെ ആരാണ് മരിച്ചത് കുഞ്ഞ്? നീ സന്തോഷവാനും പുഞ്ചിരിക്കുന്നവനുമാണെന്ന് ഞാൻ കാണുന്നു. ഞാൻ മരിച്ചത് വെറുതെ ആണെന്നാണോ നീ പറയുന്നത്? സെഗദേശ പറഞ്ഞു, ഇല്ല കർത്താവേ, എന്നോട് ക്ഷമിക്കുക. ഞാൻ അവിടത്തോട് കൂടിയായിരിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ ചിന്തകൾ വിട്ടുപോകുന്നുണ്ട്. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാൻ വേണ്ടിയാണ് മരിച്ചത്. അങ്ങയുടെ സ്നേഹത്തിനും നൽകിയ ഉത്തരങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ അവിടുത്തെ നന്മകൾ പാടി സ്തുതിക്കും. ഹൃദയം നിറയുന്ന ആനന്ദത്തോടെ ഞാൻ അങ്ങയുടെ സന്ദേശങ്ങൾ ലോകം മുഴുവനും പ്രചരിപ്പിക്കും. അങ്ങനെ 2 ദിവസത്തിലേറെ സെഗദാശിയെക്കുറിച്ച് ഈ ഫാദർ ഫെലീഷ്യൻ ഇമ്മാക്കുലിയോട് സംസാരിച്ചു. അത് കഴിഞ്ഞ് അവരൊക്കെ മടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. ഫാദർ ഫെലീഷ്യനോട് ഇമ്മാക്കുലി ചോദിച്ചു, കമ്മീഷന് വേണ്ടി ശേഖരിച്ച വിവരങ്ങളോ വല്ലതും അന്ന് മറ്റാരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാകുമോ എന്ന്. ഫാദർ പറഞ്ഞില്ല. 1994 ഈ നരഹത്യക്ക് ഇടെ എല്ലാം കൊള്ളയടിക്കപ്പെട്ടു, തീ വയ്ക്കപ്പെട്ടു.
എന്നിട്ട് പറഞ്ഞു, ഇമ്മാക്കുലി, എനിക്ക് സഗദാശിയെക്കുറിച്ച് അറിയാവുന്ന അത്രയും ഞാൻ ഓർത്ത് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ബാല്യകാലത്തെക്കുറിച്ചും അവനെ നീ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് കണ്ടതിനെക്കുറിച്ചും ഒക്കെ കേട്ടപ്പോൾ മറ്റാർക്കും അറിയാവുന്നതിലേറെ നിനക്ക് സഗദാശിയെക്കുറിച്ച് അറിയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇമ്മാക്കുലി പറഞ്ഞു, എനിക്ക് കൂടുതൽ അറിയണം ഫാദർ ഫെലീഷ്യൻ. അവനെക്കുറിച്ച് കിട്ടാവുന്നത്ര വിവരങ്ങൾ എനിക്ക് വേണം. ഡോക്ടർമാർ അവനെ പരിശോധിച്ചപ്പോൾ എന്തു സംഭവിച്ചു, കിബുഹോയിൽ അവന് ലഭിച്ച ദർശനങ്ങളുടെ വിശദീകരണം, ബറുണ്ടി സയർ, ഇവിടെയൊക്കെ ദൈവത്തിൻ്റെ സന്ദേശവുമായുള്ള യാത്രകൾ, ഇവയൊക്കെ പറ്റി എനിക്ക് വിശദമായി അറിയണം. ഈ സന്ദേശങ്ങൾ കൃത്യമായി എഴുതി വെച്ചിട്ടുള്ള ആരെങ്കിലും കാണണം. അപ്പോൾ ഫാദർ പറഞ്ഞു, കിബുഹോയുടെ അധികാരിയായ ഇപ്പോഴത്തെ മെത്രാൻ ഈ രേഖകളെക്കുറിച്ച് അറിവുള്ള ആളായിരിക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല നിനക്ക് കാണാനുള്ള അനുവാദം ലഭിക്കുമോ. ഇതൊക്കെ സഭയ്ക്ക് വേണ്ടി മാത്രമേ കൊടുക്കുകയുള്ളൂ. മെത്രാനെ കൂടാതെ 1994 ഈ ഭ്രാന്തൻ ഇടപാടുകൾ അതിജീവിച്ച ഒരാളെ അറിയാം. അദ്ദേഹത്തിൻ്റെ കൈവശവും ഇതിൻ്റെ രേഖകൾ കാണാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ബൊനോവെൻചർ എന്നാണ്. അദ്ദേഹം മെഡിക്കൽ കമ്മിറ്റിയുടെ ലീഡറായിരുന്നു. റുവാണ്ടയിലെ ഏക മാനസിക ആരോഗ്യ വിദഗ്ധനും കൂടിയായിരുന്നു ഡോക്ടർ ബൊനോവെൻചർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ, അദ്ദേഹത്തെ കണ്ടിട്ട് ഞാൻ ഏറെക്കാലമായി, അദ്ദേഹം നിന്നോട് സംസാരിക്കുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള രേഖകൾ നിനക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനെ ഫാദർ ഫെലീഷ്യൻ ഡോക്ടർ ബൊനവെൻചറുടെ മേൽവിലാസം തന്നു. അത് ഫോയറിൽ നിന്ന് 30 മിനിറ്റ് വണ്ടി ഓടിച്ചാൽ എത്തുന്ന ഒരു സ്ഥലമായിരുന്നു. തീർത്ഥാടകരൊക്കെ പറഞ്ഞു, നമുക്കവിടെ പോകാം, ഡോക്ടർ ബൊനവെൻചറിൻ്റെ അടുത്ത് സഗദാശിയെക്കുറിച്ച് കേൾക്കാൻ. അങ്ങനെ ഇവർ ഡോക്ടർ ബൊനവെൻചറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ പങ്കുവയ്ക്കൽ ഇവിടെ നിർത്തുകയാണ്. നമ്മൾ 115 പേജ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 200 പേജിന് കുറച്ചും കൂടിയല്ലേ ഉള്ളൂ. നമുക്ക് ഈ ക്രിസ്തുമസ് ദിനത്തിൽ ഒരുക്കത്തിൻ്റെ ദിനങ്ങൾ ഓർക്കാം. എപ്പോഴും സഗദാശിയോട് പറയുന്ന കാര്യം, നിങ്ങളുടെ ഹൃദയം ഒരുക്ക്, എൻ്റെ വരവ് അടുത്തു കഴിഞ്ഞു. ഹൃദയത്തിൽ സ്നേഹം നിറക്കി വെറുപ്പ് എടുത്തു മാറ്റി. അങ്ങനെ മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ വലിയ ഭീകരമായൊരവസ്ഥ, ഒരു രക്തപ്പുഴയിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് സഗദാശിയോട് പറഞ്ഞു. അത് 1994 സംഭവിച്ചു. അങ്ങനെ വരുമ്പോൾ ഈ അവസാന കാലം എന്ന് പറഞ്ഞു കൊടുത്ത സന്ദേശങ്ങളും സംഭവിക്കുക തന്നെ ചെയ്യും. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ഈ സന്ദേശങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓർത്ത്, നമ്മൾക്ക് പാപത്തിൽ വീഴാൻ വല്ല ചാൻസ് വരുമ്പോൾ, ദൈവമേ വേണ്ട, അവസാന കാലമാണ്, മറ്റുള്ളവർ ചെയ്തോട്ടെ, ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ദൈവം പറഞ്ഞല്ലോ, ഇപ്പോൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചോ, ഇനിയും കൂട്ടി വെച്ചാൽ ഉപയോഗിക്കാൻ നിങ്ങളുണ്ടാവില്ല. നമുക്ക് ഈ സന്ദേശങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് തന്നെ ഹൃദയത്തിൽ സ്വീകരിച്ച് നന്മ ചെയ്യാൻ, നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കാൻ, ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കാൻ, കുംഭസാരം എന്ന കൂദാശയിലൂടെ കടന്നു പോകാൻ നമുക്ക് ശ്രമിക്കാം. ഉണ്ണീശോ നമ്മുടെ ഹൃദയത്തിൽ വന്നു പിറക്കട്ടെ. ആമേൻ.